CPM-ൽ ജില്ലാ സെക്രട്ടറി വി ജോയിയും അതുപോലെ മുൻ മേയറും ഇപ്പോഴത്തെ MLA-യുമായ VK പ്രശാന്ത് ഇവരൊക്കെ ആണ് ഇലക്ഷനെ ചുക്കാൻ പിടിക്കുന്നത്. ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ പാർട്ടി സംസ്ഥാന നേതൃത്വവുമൊക്കെ തിരുവനന്തപുരത്തെ വിജയം ഉറപ്പാക്കാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്നുണ്ട്, അഹോരാത്രം പ്രവർത്തിക്കുന്നുണ്ട്. വീട് വീടാന്തരം കയറി ഇറങ്ങിയുള്ള പ്രചരണവും മൈക്ക് സെറ്റും കൺവെൻഷനും ഒക്കെ കൃത്യമായി അവിടെ നടക്കുന്നുണ്ട്. UDF-ന്റെ ക്യാമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ K മുരളീധരനാണ് ഇലക്ഷൻ്റെ അമരത്തുള്ളത്. K മുരളീധരനാണ് ചുക്കാൻ പിടിക്കുന്നത്. ഈ 4 നിയമസഭാ മണ്ഡലങ്ങൾ കോവളത്തിൻ്റെ 4 വാർഡുകൾ കൂടി ഉൾപ്പെട്ട് നോക്കുമ്പോൾ 3 മുന്നണികൾക്കും അവിടെ സ്വാധീനമുണ്ട്. വട്ടിയൂർക്കാവ് നിയമമണ്ഡലങ്ങളിൽ BJP-ക്ക് നല്ല സ്വാധീനമാണുള്ളത്. അവിടെ ഇടതുമുന്നണിക്കും കോൺഗ്രസിനും സ്വാധീനം കുറവ് എന്നല്ല ഞാൻ പറയുന്നത്. നേമത്ത് ഒരിക്കൽ O രാജഗോപാൽ ജയിച്ച കാര്യവും നിങ്ങൾക്കറിയാം. വട്ടിയൂർക്കാവിൽ UDF-ന്റെ പല സിറ്റിംഗ് സീറ്റുകളും ഇപ്പോൾ BJP-യുടെ കൈവശമാണ്. അതൊരു വലിയ തിരിച്ചടി ആയിട്ടാണ് ഇപ്പോൾ കോൺഗ്രസ് കരുതുന്നത്. കോൺഗ്രസിൻ്റെ പട്ടിക നോക്കുകയാണെങ്കിൽ KS ശബരിനാഥാണ് മേയർ സ്ഥാനാർത്ഥി. യുവാവിനെ രംഗത്തിറക്കി അല്ലെങ്കിൽ യുവ പ്രതിഭയെ രംഗത്തിറക്കി പാർട്ടി അധികാരം പിടിക്കും, തിരുവനന്തപുരത്തെ മേയർ കസേര പിടിക്കും എന്ന ഉറപ്പോടുകൂടിയും ലക്ഷ്യത്തോടു കൂടിയുമാണ് UDF മുന്നോട്ട് പോകുന്നത്. മറ്റ് സ്ഥലങ്ങൾ നോക്കുകയാണെങ്കിൽ പലയിടത്തും ബലഹീനരായ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് നിർത്തിയിട്ടുള്ളത്, UDF നിർത്തിയിട്ടുള്ളത്. ഈ KS ശബരിനാഥിൻ്റെയും K മുരളീധരൻ്റെയും മുഖം മാത്രം കണ്ട് ആളുകൾ കോൺഗ്രസിന് വോട്ട് ചെയ്യുമോ അതോ ഇനി BJP-ക്ക് വോട്ട് ചെയ്യുമോ എന്ന് കണ്ടറിയണം. കാരണം മറ്റൊന്നുമല്ല, 2010-ൽ 42 വാർഡുകൾ കോൺഗ്രസ്സാണ് ഭരിച്ചിരുന്നത്. 42 പേർ അടങ്ങിയ പ്രതിപക്ഷവും വളരെ കരുത്തുറ്റ പ്രതിപക്ഷമായിരുന്നു അന്ന് 42 പേരോടുകൂടി കോൺഗ്രസ് മുന്നിട്ട് നിന്ന UDF-നുണ്ടായിരുന്നത്. എന്നാൽ 10 വർഷത്തിന് ശേഷം 2020 ആയപ്പോൾ വെറും 10-ൽ ഒതുങ്ങി അവരുടെ സ്ട്രെങ്ത്, വെറും 10 പേർ. ആ അവസരത്തിൽ BJP-യുടെ വളർച്ച എന്ന് പറയുകയാണെങ്കിൽ UDF-ന് പറയാൻ വേണ്ടി ഇത്ര മാത്രമേ ഉള്ളൂ. അവർ 42-ൽ നിന്ന് 10-ലേക്ക് പോയി. ഇനി 0-ലേക്ക് പോകാതിരുന്നാൽ അവർക്ക് കൊള്ളാം. പക്ഷേ ഇക്കുറി അവർ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികളെ നേരത്തെ പ്രഖ്യാപിച്ചു. അതൊക്കെ ഏറെ ഗുണം ചെയ്യുന്നതാണ്. അത് ഗുണം ചെയ്യുമ്പോൾ തന്നെ എത്രമാത്രം വോട്ടായി മാറും, എത്രമാത്രം വോട്ട് BJP-യിലേക്ക് പോകും എന്നൊക്കെയുള്ള ഭയം കോൺഗ്രസ് ക്യാമ്പിൽ ഉണ്ട്.